നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നാളെ അന്യരുടെ വീട്ടിൽ പോയി ജീവിക്കേണ്ട ഒരു പെണ്ണിനെയാണ് കൂട്ടുപിടിച്ച് നീ ഇത്തരം തോന്നിയാസങ്ങൾ കാണിക്കുന്നത്. പഠിപ്പിച്ചു കൊടുക്ക്, സർവ്വ വേണ്ടാതീരങ്ങളും പഠിപ്പിച്ചു കൊടുക്ക്. എങ്കിലേ കെട്ടിക്കൊണ്ടു പോകുന്ന വീട്ടിൽ നിന്ന് കരഞ്ഞു വിളിച്ച് നിന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോ നീ അനുഭവിക്കും രേണുകേ. അപ്പോഴേ ആ വേദന നിനക്ക് മനസ്സിലാവും. ഇപ്പൊ നിധിയെ എങ്ങനെയെങ്കിലും ഈശ്വരമംഗലത്തിൽ നിന്ന് പുറത്താക്കി അവളുടെ കണ്ണീര് കാണാൻ 18 അടവും പയറ്റിയതല്ലേ നീ? സ്വന്തം മോൾക്ക് ഇതുപോലൊരു അവസ്ഥ വരുമ്പോ അന്ന് നീ മനസ്സിലാക്കൂ, ചെയ്ത പാപങ്ങളുടെ ശിക്ഷയാണതെന്ന്. നിധിമോളോട് നീ കാണിക്കുന്ന ക്രൂരതയുടെ ഫലം നീ അനുഭവിക്കാൻ പോകുന്നതേ നിന്റെ മകളിലൂടെ ആയിരിക്കും. എപ്പോ നോക്കിയാലും നിധിമോളുടെ കാര്യം പറയാനുള്ളൂ നിങ്ങൾക്ക്. പെങ്ങളുടെ മോളെ വാനോളം പുകഴ്ത്തി വെക്കുമ്പോ അവളുടെ സൗഖ്യത്തിനെ കുറിച്ച് മാത്രം ചിന്തിക്കുമ്പോ ഈ നിൽക്കുന്നതേ സ്വന്തം രക്തത്തിൽ പിറന്ന മോളാണെന്നുള്ളത് മറക്കരുത് നിങ്ങള്. നിധിമോളുടെ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ കിടന്നിങ്ങനെ ബഹളം വെക്കുമ്പോ ആഗ്രഹിക്കുന്നത് സ്വന്തം മോളുടെ നാശമല്ലേ? നിങ്ങൾ പറയുന്നത് ഇവള് കരഞ്ഞ് കണ്ണീരൊഴുക്കി ഇവിടെ വന്ന് നിൽക്കുന്നല്ലേ? വേണ്ട, എന്തിനാ ഇത്? ആർക്ക് വേണ്ടി വഴക്കിടുന്നേ? നടക്കേണ്ടതൊക്കെ നടന്നു. ആ വീട്ടിലെ നിധിമോള് നാണം കെടുകയും ചെയ്തു. ഇനി അതിന്റെ പേരിൽ വഴക്കുണ്ടാക്കിയിട്ട് എന്താ കാര്യം? അയ്യോ എന്റെ പൊന്നോ, നല്ല പിള്ള ചമഞ്ഞ് ചേട്ടനെ അങ്ങ് സമാധാനിപ്പിച്ച് കളയുമല്ലോ. അകത്ത് വെച്ച് ഏരി കയറ്റി പറഞ്ഞു വിട്ടതാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആരും തടയൊന്നും വേണ്ട. എന്നെ അമ്മയെ തല്ലിയോ കൊല്ലിയോ എന്താന്ന് വെച്ചാ ചെയ്തോട്ടെ. അപ്പൊ നിങ്ങൾ അമ്മയ്ക്കും മക്കൾക്കും സമാധാനം കിട്ടുമല്ലോ. നിന്നെ ഒന്നും തല്ലിയാലും കൊന്നാലും ഈ ജന്മം നന്നാവില്ലെന്ന് എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെയാ അർഹിക്കുന്ന അവജ്ഞയോടെ അത് ഞാൻ തള്ളിക്കളഞ്ഞത്. നീ പറഞ്ഞു ശരിയാ ചന്ദ്രികെ. അറിയാതെയെങ്കിലും നിധിക്കുണ്ടായ നാണക്കേടിന് ഇവൻ കാരണക്കാരനായി. എടാ നിഖിലേ, നീ ഇന്ന് തന്നെ ഈശ്വരമംഗലത്തേക്ക് പോണം. അവിടെ ചെന്ന് നടന്ന എന്താണെന്ന് നീ തുറന്നു പറയണം. എല്ലാരോടും ക്ഷമ ചോദിക്കുകയും വേണം. നിന്റെ അമ്മയും കൂടെ വരും. ശരി അമ്മാവാ, ഞാൻ പോവാം. ഇപ്പൊ തന്നെ പോവാം. ചന്ദ്രികെ, നീ കൂടെ ചെല്ല്. അവന്റെ കൂടെ റെഡിയാവും. കുടുംബത്തിന് തന്നെ നാണക്കേടുണ്ടാക്കി വെക്കാൻ പറഞ്ഞ ജന്മങ്ങൾ. അമ്മേ, ഞാൻ ഇറങ്ങുവാണേ. ആഹാ, അതുകൊള്ളാലോ. അങ്ങനെ ഒരു പോക്കുണ്ടോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോയാ മതി. മോളിരിക്കെ. അമ്മേ, ലേറ്റ് ആയി. നീ ഇരിക്കേ, വാ ഇരിക്കും മോളെ. അങ്ങോട്ട് വേണ്ടമ്മേ, എനിക്ക് വിശപ്പില്ല. ഇപ്പൊ വിശപ്പില്ലായിരിക്കും, പക്ഷെ സ്കൂളിൽ ചെന്ന് കുട്ടികളോട് വായിട്ടലയ്ക്കുമ്പോഴേ താനെ വിശപ്പ് വരും. അപ്പോഴെന്ത് ചെയ്യും? കഴിച്ചിട്ട് പോയാ മതി. ഇരിക്കും മോളെ. ബ്രേക്ക്ഫാസ്റ്റ് മുടക്കാൻ പാടില്ല എന്നാ. ഒരിക്കലും അത് സ്കിപ്പ് ചെയ്യരുത്. കഴിച്ചിട്ട് പോയാ മതി. ആ എടാ ഗൗതം, നീയും കൂടി ഇരിക്കെ. രണ്ടുപേര് കൂടി കഴിക്ക്. ആ, ഇന്നലെ വിളിച്ച് മറുപടി പറയാന്ന് പറഞ്ഞത്, എന്നിട്ട് ഇപ്പോഴാ വിളിക്കുന്നത്. ഒരു കാര്യം ചെയ്യ്, നിധി കഴിച്ചോ. ഞാനൊന്ന് അറ്റൻഡ് ചെയ്തിട്ട് പെട്ടെന്ന് വരാം. ഹലോ, എന്താ നോക്കി നിൽക്കുന്ന? വന്നിരുന്നേ, വാ. കഴിക്കേ. കറി ഒഴിക്കട്ടെ? ആ ആരതി പറയൂ, എന്തൊക്കെയാ വിശേഷം?
ഇന്നലത്തെ കാര്യോ? അത് സാരമില്ലെന്നേ. ഫംഗ്ഷന് വരാൻ പറ്റിയില്ല എന്ന് കരുതി ആരതി വിഷമിക്കണ്ട. വരാത്തത് നന്നായെന്നേ ഞാൻ പറയൂ. ആരതിയുടെ മുന്നിലെങ്കിലും എനിക്ക് തലകുനിക്കാതെ നിൽക്കാമല്ലോ. ആ, അപ്പൊ ആരതിക്ക് ന്യൂസ് കിട്ടിയോ? ആ, അതെ അതെ, നമ്മുടെ ഫ്രണ്ട്സിനിടയിൽ മുഴുവൻ സംഗതി പാട്ടായിട്ടുണ്ട്. സത്യം പറയാലോ ആരതി, ഇങ്ങനൊരു ബർത്ത്ഡേ ഫംഗ്ഷനെ പ്ലാൻ ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി. അത്രയ്ക്ക് നാണം കെട്ടുപോയില്ലേ? അയ്യേ, ഞങ്ങളുടെ റിലേറ്റീവോ? റിലേറ്റീവോ ഒന്നും അല്ലെന്നേ, അത് വഴിയിൽ പോയ ഏതോ ഒരു കള്ളുകൂടിയൻ. അവൻ നേരെ വന്ന് നമ്മുടെ ഫംഗ്ഷനകത്തേക്ക് കേറി. ഏയ്, തെണ്ടി തിരിഞ്ഞു നടക്കുന്ന ഏതോ ഒരുത്തൻ. കള്ളു വയറ്റി ചെന്നപ്പോഴേ വല്ല ഭക്ഷണവും കിട്ടുമെന്നറിയാൻ വന്നു കേറിയതാ. അപ്പൊ തന്നെ അവനെ തൂക്കിയെടുത്ത് വെളിയിൽ കളഞ്ഞില്ലേ? എന്തിനു പറയുന്നു, ആ ഫംഗ്ഷൻ തന്നെ അലങ്കോലമാക്കി കളഞ്ഞില്ലേ ആ വൃത്തികെട്ടവൻ. ആ, അത് ശരിയാ, പോലീസിൽ ഏൽപ്പിക്കേണ്ടതായിരുന്നു. പിന്നെ ഈ ദരിദ്രവാസികളെയൊക്കെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചിട്ട് എന്ത് കിട്ടാനാ? ആ, തല്ലി ഓടിച്ചു, അതൊക്കെ മതിയെന്നേ. ശരി ആരതി, ഞാൻ കഴിച്ചോണ്ടിരിക്കാ, പിന്നെ വിളിക്കാം. ഓക്കേ. അയ്യോ നിധി, എന്തിനായിട്ടാ കഴിക്കാതെ പോന്നേ? അയ്യോ നിധി, എന്തെങ്കിലും കഴിച്ചിട്ട് പോ, അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോ വിശക്കില്ലേ? ഹലോ, നീ എന്താ കഴിക്കാതെ എഴുന്നേറ്റ് പോകുന്നത്? എനിക്ക് വിശപ്പില്ല ഗൗതം. ആ, വിശപ്പില്ലാഞ്ഞിട്ടാണോ കഴിക്കാൻ എടുത്തു വെച്ചത്? അത് മാത്രമല്ല, സ്കൂളിൽ ഇന്നൊരു മീറ്റിംഗ് ഉണ്ട്. 1 മണിക്കൂർ നേരത്തെ എത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനത് മറന്നുപോയി. ഗൗതം ഇരുന്ന് കഴിക്ക്, സമയം പോയി. അമ്മേ, ഞാൻ ഇറങ്ങാം. മോളെ നീ കഴിച്ചിട്ട് പോയിട്ടൊരു അത്യാവശ്യം ഉണ്ട്, അതാ. ശരി. അമ്മേ, എടാ, നിനക്കിപ്പോ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല ചേച്ചി. ഇവൻ കഴിച്ച ജ്യൂസില് ആരോ എന്തോ കലക്കി കൊടുത്തതാ. എനിക്കറിയാം അമ്മയെല്ലാം. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. എങ്കിലും ഇവിടെ വന്ന് എല്ലാവരോടും ക്ഷമ ചോദിക്കണമെന്ന് അമ്മാവൻ പറഞ്ഞു. അതാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നേ. അത് നന്നായി.